അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കേരളത്തിൽ കൊല്ലം ജില്ലയിൽ മൈലാപ്പൂര് കേന്ദ്രമായി ജമാലിയ അറബിക് കോളേജ് എന്ന ഒരു സ്ഥാപനം 2005 സ്റ്റാർട്ട് ചെയ്യുകയും ജാർഖണ്ഡിൽ നിന്ന് വളരെ നിർധനരായ കുട്ടികളെ തിരഞ്ഞു പിടിച്ച് ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ജാർഖണ്ഡിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ കേരളത്തിൽ എത്തുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് 2010 കൂടി ജാർഖണ്ഡിൽ തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ 60 കുട്ടികളെ വെച്ച് സ്ഥാപനം മുന്നോട്ട് നടത്തുകയും ഇന്ന് ജാർഖണ്ഡിൽ 3 സ്ഥാപനങ്ങളിലായി 1000-ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ഥാപനമാണ് മദ്രസത്തുൽ ഹുദ ജമാലിയ ഓർഫനേജ് എന്നത്. ഇവിടെ 8 ക്ലാസ്സുകളിലായി 300-ഓളം പെൺകുട്ടികളും 200-ഓളം ആൺകുട്ടികളും പഠിക്കുന്നു. ഇവർക്ക് വേണ്ടുന്ന വസ്ത്രം, ഭക്ഷണം, അതുപോലെ അവർക്ക് മറ്റ് പഠന സംവിധാനങ്ങൾ മുഴുവൻ ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വീടുകളിൽ പോകാനും മാതാപിതാക്കളുമായി സഹകരിക്കാനും അതുപോലെ സ്ഥാപനത്തിൽ പഠനത്തിന് മുടക്കം കൂടാതെ വരുവാനും അവിടെ തന്നെ തങ്ങുവാനുമുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. 5 മുതൽ 15 ആൾക്കാർ വരെ ഒരു വീട്ടിലുണ്ടാവും. അവർക്ക് കൂലിപ്പണിക്കുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ജാർഖണ്ഡ് സ്റ്റേറ്റ്. ഇവിടെ കുട്ടികൾ അവർക്ക് പഠന സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങാടികളിലും അതുപോലെ മറ്റ് മേഖലകളിലും കറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഈ കുട്ടികളെ അവരുടെ ലക്ഷ്യമായ പഠനത്തിലേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ് ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്രസത്തുൽ ഹുദ ജമാലിയ ഓർഫനേജ് എന്ന ഈ സ്ഥാപനം നിലകൊള്ളുന്നത് ഗിരിഡി ജില്ലയിൽ ഗഗംപൂർ എന്ന പ്രദേശത്താണ്. ജമാലിയ ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന മറ്റൊരു സ്ഥാപനമാണ് ഫുട്ബന്ദിയിൽ, ജാംതട ജില്ലയിൽ ഫുട്ബന്ദി എന്ന പ്രദേശത്ത് ഫാത്തിമത്തു സഹറ എന്ന സ്ഥാപനം. ഇവിടെ 300-ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. അതിൽ 250 പെൺകുട്ടികളും 50-ഓളം ആൺകുട്ടികളും പഠിക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ അവരവരുടെ വസ്ത്രം, അതുപോലെ ഭക്ഷണം, പഠന സംവിധാനങ്ങൾ മുഴുവനും ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ കൊടുക്കുവാൻ സാധിക്കുന്നു. ഓരോ കുട്ടികളെയും അവരുടെ കഴിവും പ്രാപ്തിയും പ്രായവും പരിഗണിച്ച് ഗ്രൂപ്പുകളായി സഫുകളായും തിരിച്ച് അവരെ പല പല ഡിവിഷനുകളിൽ ഇരുത്തുന്നു. അവരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസം നല്ല നിലയിൽ നേടത്തക്ക നിലയിലുള്ള സംവിധാനം ഇവിടെ ഒരുക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു വിടുന്നത് കാരണം അവരുടെ മതപഠനവും സ്കൂൾ പഠനവും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളിലൂടെ അവരെ ക്രമീകരിക്കുന്നു. നമ്മുടെ നാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ നാടുകളിലെ കുട്ടികൾ. അവർക്ക് ട്യൂഷനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളോ ഒരു മേഖലയിലും അവർക്ക് കിട്ടുന്നില്ല. സ്കൂളുകളിൽ പോകണമെങ്കിൽ 10-15 കിലോമീറ്റർ ദൂരെ ഏതെങ്കിലും ഒരു സ്കൂൾ കണ്ടാൽ പോലും ആ സ്കൂളുകളിൽ ഈ കുട്ടികൾ എത്താൻ തന്നെ പറ്റാത്ത ദൂരമായിരിക്കും. അതുപോലെ ആ സ്കൂളുകളിൽ കൂട്ടത്തിലിരുത്തി
ആ കുട്ടികൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു ശൈലിയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഈ സെന്ററുകൾ വഴി, നമ്മുടെ ഈ സ്ഥാപനങ്ങൾ വഴി അവർക്ക് കൊടുക്കുകയും അവരെ പ്രാപ്തരാക്കി വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതങ്ങളിൽ അവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിത പ്രാരാബ്ദങ്ങൾ കൂടുകയും അംഗസംഖ്യകൾ ഓരോ വീട്ടിലും കൂടുതൽ ആയ കാരണത്താൽ അവർക്ക് പഠനത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനോ മറ്റ് പ്രാഥമികമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസങ്ങൾ ചെയ്തു കൊടുക്കാനോ സംവിധാനങ്ങൾ ഇല്ല. അവർക്ക് ജമാലിയ ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന മറ്റൊരു സ്ഥാപനമാണ് ജാംതട ജില്ലയിൽ നാരായൺപൂർ എന്ന പ്രദേശത്ത് സിമർബെരയിൽ നിലകൊള്ളുന്ന ജമാലിയ അറബിക് കോളേജ് എന്ന പേരിലെ ഈ സ്ഥാപനം. ഇവിടെ 200 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 120 ആൺകുട്ടികളും 80ഓളം പെൺകുട്ടികളുമായി 200 കുട്ടികളാണ് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നത്. ഇവിടെ അധികവും പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോഴ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ പഠനവും അവർക്ക് നൽകുന്നു. വാർഷിക എക്സാമുകൾ സെന്ററുകളിൽ പോയി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂഷനും മറ്റും കൊടുക്കുന്നതോടൊപ്പം പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് സംവിധാനങ്ങൾ വളരെ അവർ ഉദ്ദേശിക്കുന്ന നിലയിൽ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ജമാലിയ അറബിക് കോളേജ് എന്ന പേരിൽ നാരായൺപൂർ സിമർബെരയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകത 2005 സ്ഥാപിതമായ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ മൈലാപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥാപിതമായ ജമാലിയ അറബിക് കോളേജിൽ അന്ന് ജാർഖണ്ഡിൽ നിന്ന് വന്ന മുജീബുർ റഹ്മാൻ എന്ന അന്നത്തെ ഒരു കുട്ടി ഇന്ന് അദ്ദേഹം ഹാഫിളാവുകയും ഈ സ്ഥാപനത്തിന്റെ മുദീറായി പ്രവർത്തിക്കുകയുമാണ്. ഹിഫ്ള് കോഴ്സിന്റെ തലവനായി മുജീബുർ റഹ്മാൻ എന്ന വ്യക്തി ഈ സ്ഥാപനത്തിൽ ഇന്നും നിലകൊള്ളുന്നു. ഈ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഹാഫിളായി ഇറങ്ങുന്ന പല കുട്ടികളും ഇന്ന് കേരളത്തിന്റെ പല മസ്ജിദുകളിലും ഇമാമായും മറ്റ് പല മേഖലകളിലും തൊഴിൽ എടുത്ത് ജീവിക്കുകയും അവരെ കുടുംബങ്ങൾ നല്ല നിലയിൽ അവർ സംരക്ഷിച്ച് കൊണ്ടുപോകത്തക്ക സംവിധാനത്തിൽ അവരുടെ വിദ്യ കൊണ്ട് നേടിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വെള്ളം കിട്ടാതെ വലയുകയാണ്. അവർക്ക് കുടിക്കാനോ കുളിക്കാനോ പ്രാഥമികമായ കാര്യങ്ങൾക്കോ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കോ വെള്ളമില്ല. 150 ഫീറ്റ് മുതൽ 1000 ഫീറ്റ് വരെ ചില പ്രദേശങ്ങളിൽ താഴ്ചയുണ്ട്. അത്രത്തോളം താഴ്ചയിൽ ബോർവെൽ ചെയ്താൽ മാത്രമേ അവർക്ക് വെള്ളം കിട്ടുകയുള്ളൂ. ഇന്ന് ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട വെള്ളം വളരെ ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളിൽ ബോർവെൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോർവെൽ ഏകദേശം 30,000 രൂപ മുതൽ ആഴത്തിനനുസരിച്ച് 1 ലക്ഷം രൂപ വരെ ചെലവാകുന്ന ബോർവെല്ലുകൾ ഇന്ന് ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഭക്ഷണം കിട്ടാതെ വലയുന്ന ധാരാളം ആൾക്കാരുണ്ട്. പരിശുദ്ധമായ റമദാനിൽ പോലും നോമ്പെടുക്കുന്നതിനും നോമ്പ് മുറിക്കുന്നതിനും ഭക്ഷണം കിട്ടാതെ വലയുന്ന പ്രദേശങ്ങളുണ്ട്. അവർക്ക് ജമാലിയ ഗ്രൂപ്പ് നേതൃത്വം നൽകിക്കൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഭക്ഷണം എത്തിക്കുന്നു, ഭക്ഷണ സംവിധാനങ്ങൾ എത്തിക്കുന്നു. പരിശുദ്ധമായ റമദാനിൽ 1 മാസം കഴിക്കത്തക്ക രീതിയിലുള്ള ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. നവാസ് റഷാദി ചെയർമാനായും സുഹൈർ മൗലവി ജനറൽ സെക്രട്ടറിയായും ജമാലിയ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജമാലിയ ഗ്രൂപ്പിന്റെ ഓരോ അംഗങ്ങളും
അവരവരാൽ സാധിക്കുന്ന എല്ലാ നിലയിലും ജമാലിയ ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നു. പടച്ചതമ്പുരാൻ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കുകയും വെള്ളം കിട്ടാതെ വലയുന്നവർക്ക് വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുക്കുകയും ഭക്ഷണം കിട്ടാതെ ദരിദ്രമായ അവസ്ഥയിൽ കഴിയുന്ന മറ്റ് അനേകം ആൾക്കാർക്ക് ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുകയും രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് മരുന്നിനും ചികിത്സയ്ക്കുമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജമാലിയ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം ആൾക്കാർ നേരിട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുകയും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ ഇനിയും ധാരാളം ആൾക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം നമ്മളോടൊപ്പം ഒത്തൊരുമയോടുകൂടി ജമാലിയ ഗ്രൂപ്പിന്റെ ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ജാർഖണ്ഡിലെ വിവിധ പ്രദേശങ്ങളിലായി ഇന്ന് അൽഹംദുലില്ലാ 3 സ്ഥാപനങ്ങളിലായി കൊണ്ട് 1000-ഓളം കുട്ടികൾ ജമാലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം നേടുന്നു. അവർക്കുള്ള വിദ്യാഭ്യാസം, ഭക്ഷണം, അവരുടെ താമസ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഫ്രീ ആയി ജമാലിയ ഗ്രൂപ്പ് നൽകി വരുന്നു. ഹാഫിളീങ്ങളും ആലിമീങ്ങളും മതപണ്ഡിതരും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾ. ജമാലിയ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും സഹായവും തന്നുകൊണ്ട് നമ്മെ സഹായിച്ച ധാരാളം ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങാൻ ഇനിയും ധാരാളം ആൾക്കാർ ആഗ്രഹിക്കുന്നു. അവർക്ക് അതിനുള്ള മനസ്സും അതിനുള്ള സംവിധാനങ്ങളും പടച്ചതമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.